നമസ്കാരം. ഞാൻ ശക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചോദ്യം വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകീരം 3-4 പാദം തിരുവാതിര പുണർദം നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3-4 പാദം തിരുവാതിര പുണർദം 1-2-3 പാദനക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളത് എന്ന് ചോദിച്ചാൽ ഏതൊരു മിഥുനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 3-ലെ കേതൂറും 10-ലെ ശനിയും ജന്മസ്ഥിതനായ വ്യാഴവും 9-ലെ രാഹുവും അടങ്ങുന്നതാണ് ഇവരുടെ ഒരു ശരാശരി ഗ്രഹസ്ഥിതി. ഇത് വെച്ചുകൊണ്ട് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3-4 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ വിലയിരുത്തിയാൽ തൊഴിൽ സംബന്ധമായിട്ട് ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അസൂയാലുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകൾ പ്രതികൂല ഭാവത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിതൃജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ച് തട്ടുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചു വിടുവാനും ശത്രുക്കൾ ശ്രമിച്ചേക്കാം. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഏകദേശം വിജയത്തിലെത്താൻ ഇടയുണ്ടെങ്കിലും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന് പറയുന്നത് അധ്വാനം വർദ്ധിക്കുന്നതും അലച്ചിൽ വർദ്ധിക്കുന്നതുമായിരിക്കും. സഹോദരസ്ഥാനീയരുമായിട്ടുള്ള ഇടപാടിൽ ചെറിയ ഗുണഫലങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ പോലും ശത്രുശല്യം മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചേക്കാം. കണ്ടകശനി കാലമാണെന്നുള്ള ഒരു ബോധം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾക്കോ അപകടങ്ങൾക്കോ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റാനിടയുള്ള കൈപ്പിഴകൾക്കോ ഒക്കെ സാധ്യതയുള്ളതായി തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. അലസത കൊണ്ടും അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും വേണം. കൂടെ ജോലിയെടുക്കുന്നവരെ പരിപൂർണമായിട്ടും എല്ലാ കാര്യത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര ഗുണകരമാവില്ല. ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി നിയമിക്കപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട്. ചുരുക്കത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് പോലും ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങൾക്കിടയുണ്ടെങ്കിലും ഇവയെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള അധ്വാനശീലവും തുടർച്ചയായിട്ടുള്ള പരിശ്രമവും നടത്തിയാൽ തീർച്ചയായിട്ടും മാർച്ച് മാസത്തിൽ ഏത് കാര്യത്തിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. മകയിരം 3-4 പാദക്കാരുടെ തന്നെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യത നമ്മൾ പരിശോധിച്ചാൽ ഏത് കാര്യത്തിലും നിലവിലുണ്ടായിരുന്ന ഒരു കാര്യതടസ്സം മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരുന്നു എന്ന് പറയുന്നത് പോലുള്ളൊരു രീതിയിലേക്ക് മാറുന്നതാണ്. കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന മാർഗങ്ങൾ ഏകദേശം ഗുണകരമാകുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങളും ഏകദേശം ഒരു പരിധിവരെ കുറയുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറി മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ വിഷയങ്ങൾ വ്യാപിപ്പിക്കുന്നതാണ്. പിതാവുമായിട്ടുണ്ടായിരുന്ന ചില ദുരിത വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ പിതാവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുൻകൈയെടുക്കണം. തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, സ്ഥാപനമാറ്റം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ കരുതലോടുകൂടെ തന്നെ ഉള്ളൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക നല്ലത്. വാഹന ഉപയോഗത്തിലടക്കം ശ്രദ്ധ വേണം. ആരോഗ്യ വിഷയത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. വിവാഹാദി മംഗളകർമ്മ വിഷയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ തരണം ചെയ്തുകൊണ്ട് പോകുവാനുള്ള പരിശ്രമം നടത്തിയാൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത എന്തൊക്കെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ
കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. കോടതി വ്യവഹാരത്തിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിലൂടെയോ സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ഏതെങ്കിലും അധികാര വടംവലിയിലൂടെയോ ഒക്കെ വിജയം നേടുവാനും അതുവഴി ധനലാഭത്തിനും സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്നും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. പിതൃജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെയോ അല്ലെങ്കിൽ പിതൃജനങ്ങൾക്ക് രോഗദുരിതങ്ങൾ വരാതെ ഇരിക്കുവാനും അല്ലെങ്കിൽ വന്നാൽ അതിനെ ചികിത്സിക്കുവാനും ഒക്കെ ഉള്ളൊരു മുൻകൈ എടുക്കേണ്ടതാണ്. തൊഴിൽ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് കൂടുതലും ശത്രുശല്യം ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അലസത വെടിയുക, ശ്രദ്ധക്കുറവ് തൊഴിൽ മേഖലയിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം തൊഴിൽ മേഖലയിൽ ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവരെല്ലാം നമ്മളുടെ വേണ്ടപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മേലധികാരിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അവരതുപോലെ ചെന്ന് അതിലിരട്ടിയായിട്ട് മേലധികാരികൾ പറഞ്ഞു കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ സ്ഥാനം മാറുവാനും അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ കുതന്ത്രങ്ങളിൽ ചെന്ന് ചാടി അപകടമുണ്ടാകാനും അധികാരം ഭ്രഷ്ട് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ ഏകദേശം പരിശ്രമിച്ചാൽ വിജയം ഉണ്ടാകുന്നൊരു കാലഘട്ടമായിട്ടാണ് നമുക്കതിനെ കാണാം. ഇനി തിരുവാതിര നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസ ജ്യോതിഷ ഫലസാധ്യത എന്ന് പറയുന്നത് ശത്രുജയം പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളോടുകൂടെ തന്നെ ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനാണ് സാധ്യത. മറ്റുള്ളവരിൽ പരിപൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വൻ പരാജയമായി തീരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. ചില യാത്രകൾ വിഫലമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിയമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിലും ഒരു നേതൃപദവി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അവിടെ സാമ്പത്തികം മുടക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അവനവൻ്റെ കീശയിൽ നിലവിലുള്ള ധനത്തെ ആശ്രയിച്ച് മാത്രം വാഗ്ദാനം പറയുക. അല്ലെങ്കിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് പരിഹാസ്യനാകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകാനിടയുണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പുണർതം നക്ഷത്രക്കാരുടെ പുണർതം നക്ഷത്രം 1, 2, 3 പദക്കാരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യതകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കേസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചേക്കാം. അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ചില സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തന്നെ പുറത്തു പറഞ്ഞ് പ്രചരിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം. കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനാണ് സാധ്യത. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ഓഹരികളെ സംബന്ധിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച് ചില മാറ്റങ്ങളും മടച്ചുകളും ഉണ്ടാവുന്നതാണ്. ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതൽ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ പോലും പുലർത്തേണ്ടതാണ്. ഉപാസനാഭംഗം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നത് നന്നായിരിക്കും. പുണർതം 1, 2, 3 മിഥുനക്കാരായിട്ടുള്ള പുണർതംകാരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യത ശ്രദ്ധിച്ചാൽ മാനസികമായിട്ട് ഉല്ലാസം ലഭിക്കുന്ന തരത്തിലുള്ള ചില മംഗളകർമ്മങ്ങൾ നടക്കുവാനോ അതിൽ പങ്കാളിയാകുവാനോ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിൽ പ്രവർത്തിക്കുക വഴി വളരെ വർദ്ധിച്ച തരത്തിലുള്ള സാമ്പത്തിക കടബാധ്യതകൾ വന്ന് ഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഒരു പരിധിക്കപ്പുറം അനുവദിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും
നിയമവിരുദ്ധമായിട്ടല്ല അല്ലെങ്കിൽ ധർമ്മം വിട്ടുള്ളതല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. പ്രണയാദി വിഷയങ്ങളിൽ ഏകദേശം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും കൂടെ കൽപ്പിക്കേണ്ടതുമാകുന്നു. നമ്മളിതിൻ്റെ മിഥുനക്കൂറിൽപ്പെട്ട മകീരം 3, 4 പദം, തിരുവാതിര, പുണർതം 1, 2, 3 പദ നക്ഷത്രയാതിരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസത്തിലെ പൊതു ഫലം ശ്രദ്ധിച്ചാൽ കണ്ടകശനിക്കാലമാണ് അവർക്ക്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം 3, 4 പദം, തിരുവാതിര, പുണർതം 1, 2, 3 പദ നക്ഷത്രയാതിർക്ക് കണ്ടകശനിക്കാലമാണ്. ഈ കണ്ടകശനിക്കാലം എന്ന് പറയുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ളത് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വരുമാന സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ നഷ്ടം, തൊഴിൽ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെടൽ, പിരിച്ചുവിടപ്പെടൽ, അല്ലെങ്കിൽ സ്ഥലം മാറ്റപ്പെടൽ, സ്ഥാനമാറ്റം, അതല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം വിട്ട് മറ്റേതെങ്കിലും തൊഴിലിന് പോവുക, അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക, തൊഴിൽ മേഖലയിൽ നിന്നും മാനസിക ക്ലേശം അനുഭവിക്കുക, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആരോപണങ്ങൾക്ക് വിധേയരാകുക, തൊഴിൽ മേഖലകളിലെ സൗഹൃദങ്ങൾ, സംസർഗങ്ങൾ, വിചാരസംസർഗങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ദുരനുഭവങ്ങൾക്കാണ് സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ തൊഴിൽ പോവാതെ തൊഴിൽ മേഖലയിൽ അപകീർത്തി വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വഴുതി വീഴ്ച, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടം, വഴുവഴുക്കുള്ള പ്രദേശങ്ങളിൽ കാൽ വഴുതി വീഴുക തുടങ്ങിയിട്ടുള്ള ദോഷഫലങ്ങൾക്കും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ പ്രാർത്ഥനയ്ക്ക്, ഉപാസനയ്ക്ക് ഭംഗം വരുത്താതെ മുന്നോട്ട് പോകണം. ഏത് വിശ്വാസികളാണെങ്കിലും ആരെയാണ് പ്രാർത്ഥിക്കുന്നെങ്കിലും ഏത് ദൈവസങ്കല്പങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നെങ്കിലും ആ സങ്കല്പ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെ, ഉപാസനാഭംഗം വരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഈ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്നതല്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, അപകീർത്തികൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് അതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, അതിൽ കാമ്പും കഴമ്പുമില്ലെങ്കിൽ അറിയിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുന്നതാണ് നല്ലത്. അതെല്ലാം ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ നമുക്ക് ദുഷ്കീർത്തിയും അപകീർത്തിയും ഒരുമിച്ച് വരികയും നമ്മളുടെ ക്യാരക്ടർ തന്നെ വളരെ മോശമായിട്ട് പൊതുമധ്യത്തിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അതുവഴി നമുക്ക് നമ്മുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന് പറയുന്ന ഒരു ബോധ്യം ഈ കാലഘട്ടത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഇതിലൂടെ സൂചിപ്പിക്കാറുള്ളൂ. ദോഷപരിഹാരമായിട്ട് നമുക്ക് പറയാവുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, കക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക, അസ്തമയ ശേഷം ശാസ്താക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക, മഹാദേവ ക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിക്കുക തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളാണ് ശനിദോഷ പരിഹാരത്തിന്. ശനിയാഴ്ച ദിവസങ്ങളിൽ അസ്തമയ ശേഷമുള്ള സമയത്ത് അഞ്ചനക്കല്ല് എന്ന് പറയുന്ന വസ്തു ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹം കഴുകുന്നതും, തല കഴുകുന്നതല്ല, ദേഹം കഴുകുന്നതും ഒരു ദോഷപരിഹാരമായിട്ട് കണ്ടുവരുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വ്യാഴാഴ്ചകളിൽ രാവിലെ 6-നും 8-നും ഇടയിലുള്ള സമയത്തിൽ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നതും, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടിക ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ശനിയാഴ്ച ദിവസം രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, രാഹോർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓരോരുത്തരെയും കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ വിലയിരുത്താവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.